ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോട്ട് ജോബ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ECGC റിക്രൂട്ട്മെന്റ് 2024 ആണ്. 40 പ്രൊബേഷണറി ഓഫീസർ റിക്രൂട്ട്മെന്റ് ആണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലുള്ള ലേറ്റസ്റ്റ് ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനായി റോട്ട് ജോബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ദ കണ്ടന്റ് ഓഫ് ദ നോട്ടിഫിക്കേഷൻ. ഈ നോട്ടിഫിക്കേഷന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ECGC is a public sector enterprise wholly owned by Government of India, providing risk insurance related services for exports. ഇതാണ് ഈ കമ്പനിയുടെ ഒബ്ജക്റ്റീവ്. നെക്സ്റ്റ് വൺ സാലറി ആണ്. 53,600 റുപ്പീസ് ബേസിക് പേ ആണ്. അതുകൂടാതെ ഡിയർനെസ് അലവൻസ്, ഹൗസ് റെന്റ് അലവൻസ്, ഹൗസ് ലീസ് റീഇംബേഴ്സ്മെന്റ്, ട്രാൻസ്പോർട്ട് അലവൻസ്, മെഡിക്കൽ അലവൻസ്, ഇതുപോലത്തെ അലവൻസും കൂടി ഉണ്ടാകുമ്പോൾ ടോട്ടൽ ഗ്രോസ് 80,000 എബോവ് സാലറി നിങ്ങൾക്ക് ലഭിക്കും. ഓൺലൈൻ എക്സാമിനേഷൻ ഫോർ പ്രൊബേഷണറി ഓഫീസർ ഷെഡ്യൂളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. 16/11/2024 ഇത് ടെൻറ്റേറ്റീവ് ഡേറ്റ് ആണ്, എപ്പോൾ വേണമെങ്കിലും മാറാം. ഇതിൽ കൊടുത്തിരിക്കുന്നത് 16/11/2024. നെക്സ്റ്റ് വൺ റിക്രൂട്ട്മെന്റ് പ്രോസസ് കൺസിസ്റ്റ് ഓഫ് ഓൺലൈൻ എക്സാമിനേഷൻ ഫോളോഡ് ബൈ ഇൻ്റർവ്യൂ ഓഫ് ദ കാൻഡിഡേറ്റ്സ്. 2 ടയർ ഉണ്ടാവും. ഒന്ന് ഓൺലൈൻ എക്സാമിനേഷനും രണ്ടാമത്തേത് ഇൻ്റർവ്യൂ. ഈ പ്രോസസ്സിലൂടെയാണ് കടന്നു പോകുന്നത്. 23 സെൻറ്ററിൽ എക്സാമിനേഷൻ സെൻറ്ററായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ കേരളത്തിൽ എറണാകുളം, തൊട്ടടുത്ത് ചെന്നൈയും ബാംഗ്ലൂരും കൂടി ഉണ്ടാവും. അപ്പോൾ കേരളത്തിൽ ഒരു സെൻറ്ററേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ആദ്യം തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് രണ്ടാമത്തെ ഓപ്ഷനായിട്ടുള്ള സെൻറ്ററിലേക്ക് മാറും. ഈ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞ പോലെ തന്നെ ഇൻ്റർവ്യൂവിന് 4 സെൻറ്റേഴ്സേ ഉള്ളൂ, വളരെ ലിമിറ്റഡ് സെൻറ്റേഴ്സേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക, കൊൽക്കത്ത, മുംബൈ, ഡൽഹി, ബാംഗ്ലൂർ ഈ 4 സ്ഥലങ്ങളാണ് ഇൻ്റർവ്യൂവിന് അലോട്ട് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വൺ ഷെഡ്യൂൾ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ആക്ടിവിറ്റീസ് ഓഫ് റിക്രൂട്ട്മെന്റ്. ഫസ്റ്റ് വൺ ഓൺലൈൻ രജിസ്ട്രേഷൻ 14/9/2024 മുതൽ 13/10/2024 വരെയാണ്. ഡൗൺലോഡ് ഓഫ് കോൾ ലെറ്റേഴ്സ് 4th വീക്ക് ഓഫ് ഒക്ടോബർ. പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് ഫോർ SC/ST കാൻഡിഡേറ്റ്സ് 28/10/2024. നെക്സ്റ്റ് വൺ ഓൺലൈൻ റിട്ടേൺ എക്സാമിനേഷൻ 16 നവംബർ 2024. Declaration of result online examination between 16 December to 31st December. Interview will be scheduled on January or February 2025. Next one, number of vacancies ആണ് കൊടുത്തിട്ടുള്ളത്. ഇസ് കാറ്റഗറി വൈസ് നമ്പർ ഓഫ് വാക്കൻസി കൊടുത്തിട്ടുണ്ട്. ബാക്ക്ലോഗ് വാക്കൻസീസ് ആണ് ആദ്യമായിട്ട് കൊടുത്തിട്ടുള്ളത്. SC 1, ST 1, OBC 1, അങ്ങനെ ടോട്ടൽ 3 പോസ്റ്റ്. വാക്കൻസീസ് അറൈസിംഗ് അപ് ടു 31st മാർച്ച് 2025. SC 5, ST 3, OBC 10, EWS 3, ജനറൽ കാറ്റഗറി 16, ടോട്ടൽ 37 പോസ്റ്റ് ഉണ്ട്. ടോട്ടൽ SC 6, ST 4, OBC 11, EWS 3, ജനറൽ കാറ്റഗറി 16, അങ്ങനെ ടോട്ടൽ 40 പോസ്റ്റാണ് നോട്ടിഫൈ ചെയ്തിട്ടുള്ളത്. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഏജ് ആണ്. മിനിമം 21 ഇയേഴ്സും മാക്സിമം 30 ഇയേഴ്സും ആണ്. അതിൽ തന്നെ റിലാക്സേഷൻ ഉണ്ട്. ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ് 5 വർഷം, OBC 3 ഇയേഴ്സ്, PWD കാൻഡിഡേറ്റ്സ് 10 ഇയേഴ്സ്, എക്സ് സർവീസ് മെൻ കമ്മീഷൻഡ് ഓഫീസേഴ്സ് 5 ഇയേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് വൺ റിലാക്സേഷൻ ഓഫ് 13 ഇയേഴ്സ് PWD OBC കാറ്റഗറിയും SC/ST കാറ്റഗറിക്ക് 15 വർഷവും കൊടുത്തിട്ടുണ്ട്. മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എനി ഡിഗ്രിയാണ് ചോദിച്ചിട്ടുള്ളത്. ആർക്ക് വേണമെങ്കിലും, ഡിഗ്രി ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആർക്ക് വേണമെങ്കിലും ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു കണ്ടീഷൻ കൊടുത്തിട്ടും വാലിഡ് മാർക്ക് ഷീറ്റ് ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കേണ്ടത് നിർബന്ധമാണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് കാൽക്കുലേഷൻ ഓഫ് മാർക്ക് ഇൻ പെർസെൻറ്റേജ് ആണ് കൊടുത്തിട്ടുള്ളത്. പെർസെൻറ്റേജ് ആയിട്ടാണ് ഇതിൽ ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാം, കിട്ടിയ മാർക്ക് ബൈ ടോട്ടൽ മാർക്ക് ഇൻറ്റു 100 ആണ് കാൽക്കുലേഷൻ ഫോർമുല. അതിൽ തന്നെ ഗ്രേഡ് ക്ലാസ് വ്യക്തമായി കൊടുക്കണം. 59.99 60% ആയിട്ട് പരിഗണിക്കുന്നതാണ്. 54.99 55 ആയിട്ടും പരിഗണിക്കുന്നതാണ്. റിക്രൂട്ട്മെന്റ് പ്രോസസ് ഓൺലൈൻ എക്സാമിനേഷൻ നോക്കാം. 2 പേപ്പേഴ്സ് ഉണ്ടാവും, 200 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, മൾട്ടിപ്പിൾ ചോയ്സ് ആയിരിക്കും ക്വസ്റ്റ്യൻസ്. അതുകൂടാതെ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. റീസണിംഗ് എബിലിറ്റി 50 ക്വസ്റ്റ്യൻ 50 മാർക്ക് 40 മിനിറ്റ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് 40 ക്വസ്റ്റ്യൻ 40 മാർക്ക് 30 മിനിറ്റ്. കമ്പ്യൂട്ടർ നോളജ് 20 ക്വസ്റ്റ്യൻ 20 മാർക്ക് 10 മിനിറ്റ്. ജനറൽ അവയർനെസ് 40 ക്വസ്റ്റ്യൻ 40 മാർക്ക് 20 മിനിറ്റ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 50 ക്വസ്റ്റ്യൻ 50 മാർക്ക് 40 മിനിറ്റ്സ്. അങ്ങനെ ടോട്ടൽ 200 ക്വസ്റ്റ്യൻ 200 മാർക്സ് ആൻഡ് 140 മിനിറ്റ്സ്. ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ടെസ്റ്റ് ഫോർ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. എസ്സേ റൈറ്റിംഗ് 1 of 2 ഗിവൺ ഓപ്ഷൻ 20 മാർക്ക്. പ്രിസൈസ് റൈറ്റിംഗും അതുപോലെ തന്നെ 20 മാർക്ക്. ടോട്ടൽ 40 മിനിറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അടുത്തായിട്ട് പറയാൻ പോകുന്ന വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മാർക്ക് മെറിറ്റ് ലിസ്റ്റിങ്ങിന് പരിഗണിക്കുന്നതാണ്. പക്ഷേ ഒബ്ജക്റ്റീവ് MCQ ടെസ്റ്റ് ക്വാളിഫൈ ചെയ്ത ഉദ്യോഗാർത്ഥികളുടെ മാത്രം ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിൻ്റെ മാർക്കായിരിക്കും ഫൈനൽ മെറിറ്റ് ലിസ്റ്റിങ്ങിന് പരിഗണിക്കുക. അതുപോലെ തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. 0.25 മാർക്ക് ഓരോ തെറ്റുത്തരത്തിനും നിങ്ങൾക്ക് നഷ്ടമാവും. നെക്സ്റ്റ് വൺ എക്സാമിനേഷൻ സെൻറ്റേഴ്സ് ആണ്. കേരളത്തിലാകട്ടെ എറണാകുളം മാത്രമേ ഉള്ളൂ. ഒരൊറ്റ
ഒറ്റ എക്സാമിനേഷൻ സെൻറ്റർ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അപ്ലൈ ചെയ്യണം. ഈ സെൻറ്റർ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. ബാംഗ്ലൂരും ചെന്നൈയും കൂടി സെൻറ്ററായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രമിക്കുക. നെക്സ്റ്റ് വൺ ഇൻ്റർവ്യൂ ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4 സെൻറ്റേഴ്സേ ഉള്ളൂ, ലിമിറ്റഡ് സെൻറ്റേഴ്സ് ആണ്. മുംബൈ, കൊൽക്കത്ത, ഡൽഹി, ബാംഗ്ലൂർ. ഈ 4 സെൻറ്റേഴ്സിലായിരിക്കും ഇൻ്റർവ്യൂ നടക്കാൻ പോകുന്നത്. നെക്സ്റ്റ് വൺ ടോട്ടൽ മാർക്ക് അലോട്ടഡ് ഫോർ ഇൻ്റർവ്യൂ 60 ആണ്. മിനിമം ക്വാളിഫയിങ് മാർക്ക് ഫോർ ഇൻ്റർവ്യൂ വിൽ നോട്ട് ബി ലെസ് ദാൻ 40%, പക്ഷേ 35% ഫോർ SC/ST കാൻഡിഡേറ്റ്സ്. ഹൗ ടു അപ്ലൈ? 14/9/2024 മുതൽ 13/10/2024 വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതിൽ തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ കൂടി അപ്ലോഡ് ചെയ്യാനുണ്ട്. ആപ്ലിക്കേഷൻ ഫീ വരുന്നത് 175 ഫോർ SC/ST കാൻഡിഡേറ്റ്സ്, 900 ഫോർ ജനറൽ കാൻഡിഡേറ്റ്സ്. അടുത്തതായിട്ട് ഈ നോട്ടിഫിക്കേഷൻ കൊടുത്തിരിക്കുന്നത് പ്രൊസീജിയർ ഫോർ അപ്ലൈയിങ് ഓൺലൈൻ. ഈ വെബ്സൈറ്റിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. നമ്മൾ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നതാണ്, ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കൊടുക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റിൽ എത്തിച്ചേരാവുന്നതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ സ്വന്തമായി അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ ഈ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ റോഡ് ടു ജോബ് നിങ്ങൾക്ക് വേണ്ടി ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് അപ്ലൈ ചെയ്ത് തരുന്നതാണ്. താങ്ക്